Hello friends, it's lywitz-your friend. ഞാൻ ആലിയ. ഇന്ന് നമുക്ക് 3 ക്യൂസ് ആപ്ലിക്കേഷൻസ് പഠിപ്പിക്കുന്ന ഒരു പുതിയ ട്യൂട്ടോറിയലിൽ കണ്ടാലോ. അപ്പോൾ ഈ ക്യൂസ് ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫാമിലി ഗ്യാതറിംഗ് ഫണ്ണാക്കാം, ക്ലാസ് റൂമിൽ സ്റ്റാർട്ടേഴ്സ് ആയിട്ടും എൻഡ് ഓഫ് യൂണിറ്റ് അസസ്മെൻ്റ് ആയിട്ടും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. അപ്പോൾ 3 ക്യൂസ് ആപ്ലിക്കേഷൻസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സോക്രറ്റീവ്, ക്യൂസസ് ആൻഡ് കഹൂട്ട്. ഇതിൽ കഹൂട്ട് കോമൺ ആണ്, എനിക്കറിയാം. ക്യൂസസും സോക്രറ്റീവും അധികമായിട്ട് ഉപയോഗിച്ച് വരുന്നില്ല എന്ന് തോന്നുന്നു. എന്തായാലും നമുക്കിത് 3 ഒന്ന് നോക്കാം. അപ്പം വെൽക്കം ടു മൈ വീഡിയോ. നമുക്ക് 3 ആപ്ലിക്കേഷൻസ് കാണാം. ആദ്യത്തെ ആപ്ലിക്കേഷൻ നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം. നമ്മുടെ ആദ്യത്തെ ആപ്ലിക്കേഷൻ സോക്രറ്റീവ് ആണ്. സോക്രറ്റീവിന് 2 ലോഗിൻ പേർപ്പസ് അല്ലെങ്കിൽ 2 ലോഗിൻ പ്രൊവിഷൻസ് ആണുള്ളത്, സ്റ്റുഡൻറ്റ് ആൻഡ് ടീച്ചർ. ഞാൻ ടീച്ചർ ലോഗിൻ ഉപയോഗിക്കുന്നു. ടീച്ചർ ലോഗിൻ ആണ് ക്യൂസ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ അധികമായിട്ട് ഉപയോഗിക്കുക. ടീച്ചർ ലോഗിനിൽ ഞാൻ എൻ്റെ ക്യൂസ് ലോഗിൻ ചെയ്തു, എൻ്റെ ID ആൻഡ് പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്തു. ഇവിടെ 3 ക്യൂസ് ഓപ്ഷൻസ് ആണ്. ക്യൂസസ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയ ക്യൂസ് കാണാം. നമുക്കൊരു പുതിയ ക്യൂസ് ക്രിയേറ്റ് ചെയ്യാം. ആഡ് ക്യൂസ് എന്ന് ക്ലിക്ക് ചെയ്താൽ ക്രിയേറ്റ് ന്യൂ എന്ന ഓപ്ഷൻ കിട്ടും. ഇവിടെ ക്രിയേറ്റ് ന്യൂ എന്ന ഓപ്ഷൻ കിട്ടി. അപ്പോൾ എനിക്ക് ആദ്യത്തെ ക്യൂസ് ക്രിയേറ്റ് ചെയ്യാം. ഒരു ടൈറ്റിൽ കൊടുക്കാം, ഇഷ്ടമുള്ളൊരു ടൈറ്റിൽ കൊടുക്കാം. ഇപ്പം ഞാൻ വാട്ട് ഈസ് യുവർ ഏജ് എന്ന ടൈറ്റിൽ കൊടുക്കുന്നു, അല്ലെങ്കിൽ കൗണ്ട് യുവർ ഏജ് എന്ന ടൈറ്റിൽ കൊടുക്കുന്നു. അങ്ങനെ എന്ത് ടൈറ്റിൽ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്കൊരു ക്യൂസ് ഫോം ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ ക്യൂസ് ഫോം ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് കൊടുക്കാം. ഒന്നുകിൽ മൾട്ടിപ്പിൾ ചോയ്സ്, ട്രൂ ഓർ ഫാൾസ്, ഷോർട്ട് ആൻസേഴ്സ്, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അലൈൻ ടു സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റും ക്ലാസ് ഏത് ക്ലാസ്സിനുള്ളതാണെന്നൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കതിൽ ഡീറ്റെയിൽസ് കൊടുക്കാം. ഇനി നിങ്ങൾ ജനറൽ ആയിട്ടുള്ള ക്യൂസ് ആണെന്നുണ്ടെങ്കിൽ സബ്ജക്റ്റിൽ ജനറൽ നോളജ് എന്ന് കൊടുക്കാം. ഏത് ഏജ് ഗ്രൂപ്പിനാണെന്നുണ്ടെങ്കിൽ ആ ഏജ് ഗ്രൂപ്പിന് നിങ്ങൾക്ക് ആ ക്യൂസ് കൊടുക്കാം. അപ്പോൾ ഇവരുടെ ഡാറ്റാബേസിലേക്ക് നിങ്ങളുടെ ക്യൂസ് പോകും. ആൻഡ് എവ്രി വൺ എൽസ് ക്യാൻ യൂസ് ദാറ്റ്. സോ നമ്മൾ ഇനി ഇതിൽ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇനി ഇതിൽ എങ്ങനെയാണ് ക്യൂസ് ലോഞ്ച് ചെയ്യുന്നത് എന്ന് കാണാം. ഞാൻ ഓൾറെഡി ഒരു ക്യൂസ് ലോഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ലോഞ്ച് ചെയ്ത ക്യൂസിനെ സ്റ്റോപ്പ് ചെയ്താലാണ് എനിക്ക് പുതിയ ക്യൂസ് ലോഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനൊരു പുതിയ ക്യൂസിനെ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് ഞാൻ ലോഞ്ച് ചെയ്യാൻ പോകുന്ന, ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത പ്രീ അസസ്മെൻറ്റ് ക്യൂസ്. അപ്പോൾ ഇവിടെ ഞാൻ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഓൾറെഡി ഞാൻ ലോഞ്ച് ചെയ്തിരുന്ന ഒരു സാധനം സ്റ്റോപ്പ് ചെയ്തു, ഒരു ക്യൂസ് സ്റ്റോപ്പ് ചെയ്തു. ഇനി ഞാനൊരു പുതിയ പ്രീ അസസ്മെൻറ്റ് ക്യൂസ് എടുത്തു. അത് ലോഞ്ച് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ലോഞ്ച് ചെയ്യാൻ വേണ്ടി ക്യൂസ് സെലക്ട് ചെയ്തു, നെക്സ്റ്റ് സെലക്ട് ചെയ്തു, ഇൻസ്റ്റൻറ്റ് ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ കൊടുത്തു. അവിടെ എനിക്ക് കുട്ടികളുടെ പേരും ആൻസേഴ്സും കാണാം. എന്നിട്ട് ഞാൻ സ്റ്റാർട്ട് എന്ന ഓപ്ഷൻ കൊടുത്തു. ഇവിടെ എൻ്റെ ക്യൂസ് ലോഞ്ച് ചെയ്തു. ഇനി കുട്ടികൾ സ്റ്റുഡൻസ് ലോഗിൻ എന്നിൽ പോയി ഈ റൂം നമ്പർ റുഷ്തി 1130 എന്ന എൻ്റെ റൂം നമ്പറാണ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ അവർക്ക് എൻ്റെ ക്യൂസ് കാണാം. ഇനി അവരുടെ റിപ്പോർട്ട്സ് നമുക്കൊന്ന് കാണണ്ടേ, റിസൾട്ട്സ് കാണണ്ടേ. അപ്പം നമുക്ക് റിപ്പോർട്ട്സിലേക്ക് പോകാം. ഇപ്പോഴത്തെ റിസൾട്ട്സ് നമുക്ക് കാണാൻ പറ്റില്ല, ലൈവ് റിസൾട്ടാണ്, കാരണം ഞാനിത് ആർക്കും കൊടുത്തിട്ടില്ല. ഓക്കെ ഫൈൻ. എനിക്ക് സ്റ്റുഡൻസ് ഇപ്പോൾ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാത്തത്. ഇവിടെ നമ്മൾ റിസൾട്ട്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളുടെ പേര് കാണാം, പേര് ഹൈഡ് ചെയ്യാം. ആൻസേഴ്സ് കാണാം, ആൻസേഴ്സും ഹൈഡ് ചെയ്യാം. റൈറ്റ് ആൻഡ് റോങ് ആൻസേഴ്സ് ഇവിടെ നിങ്ങൾക്ക് കളർ കോഡിൽ മനസ്സിലാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ആപ്ലിക്കേഷൻ എന്താണെന്നുള്ളത് നോക്കാം. അടുത്തത് ക്വിസ് ഇസ് എന്ന ആപ്ലിക്കേഷനാണ്. ഇത് സോക്രറ്റീവിനേക്കാളും കുറച്ചും കൂടി ഫേമസ് ആണ്, കാരണം ഇത് കുറച്ചും കൂടി കളർഫുൾ ആണ്, കുറച്ചും കൂടി ഈസി ഗോയിങ് ആണ്, ഫൺ ജനറേറ്റഡ് ആണ്. അതുകൊണ്ട് ക്യൂസസ് എന്ന ആപ്ലിക്കേഷൻ നമുക്ക് നോക്കാം. ഇവർക്കും ഡാറ്റാബേസിൽ ഒരുപാട് ക്യൂസ് ഉണ്ട് ഇവരുടെ ലൈബ്രറിയിൽ. നമുക്കത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് നമ്മുടേതായിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതും ഫ്രീ ആപ്പാണ്, ഫ്രീ ആപ്ലിക്കേഷനാണ്. നമ്മൾ ആദ്യം സൈനപ്പ് ചെയ്യണം. ഒന്നെങ്കിൽ നമുക്ക് ജോയിൻ എ ഗെയിം, ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് വെച്ച ഗെയിം ഉണ്ടെങ്കിൽ ഗെയിം കോഡ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ജോയിൻ ചെയ്യാം. ഗെയിം എന്ന് വെച്ചാൽ ക്യൂസാണ് കേട്ടോ. ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ച ക്യൂസ് ഉണ്ട്. അപ്പോൾ ആ ക്യൂസ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഈ ക്യൂസിന് ഞാനൊരു ഹോംവർക്ക് ആയിട്ട് കൊടുക്കുന്നു, പിന്നീട് എപ്പോഴെങ്കിലും കുട്ടികൾക്ക് ചെയ്യാൻ വേണ്ടി. അസൈൻ ഹോംവർക്ക് എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ എനിക്ക് ഒരു ഡാഷ്ബോർഡ് തുറന്നിട്ടുണ്ട്. ഈ ഡാഷ്ബോർഡിൽ നിങ്ങൾക്ക് ഡേറ്റ് കാണാം, എൻ്റെ ഡെഡ് ലൈൻ ഡേറ്റ് ആണത്. എന്നിട്ട് കണ്ടിന്യൂ എന്ന ഓപ്ഷനും കാണാം. ഇവിടെ താഴെ ഞാൻ കൊടുക്കേണ്ട ക്ലാസ്സിനെ സെലക്ട് ചെയ്യുന്നു. എൻ്റെ അക്കൗണ്ടിൽ ഞാൻ കുറച്ച് ക്ലാസ്സസ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ക്ലാസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ആ ക്ലാസ്സിനത് പോകും. എന്നിട്ട് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുക.
ഇനി അത് ക്ലാസ് സെലക്ട് ചെയ്യാതെ നമ്മൾ കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ രണ്ട് ഓപ്ഷനാണ് കിട്ടുന്നത്. ലിങ്ക് കോപ്പി ചെയ്യാം, കോഡും കോപ്പി ചെയ്യാം. ഇത് രണ്ടും കോപ്പി ചെയ്തിട്ട് നമുക്ക് സൂമിലോ അല്ലെങ്കിൽ മെയിലിലോ എവിടെ വേണമെങ്കിലും നമുക്കിത് പേസ്റ്റ് ചെയ്യാം. GCRലും ഗൂഗിൾ ക്ലാസ് റൂമിലും പേസ്റ്റ് ചെയ്യാം. ക്ലാസ്സസ് സെലക്ട് ചെയ്യാതെ നമുക്ക് റാൻഡമായിട്ട് പേസ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ക്ലാസ്സസ് ഇവിടെ സേവ് ചെയ്തിട്ടും നമുക്ക് അവർക്ക് ഷെയർ ചെയ്യാം. ഇതാണ് നമ്മുടെ നമ്മൾ ഓൾറെഡി ചെയ്ത ക്യൂസുകളുടെ ഡാറ്റാബേസ് റിപ്പോർട്ട്സ് ആണിത്. അപ്പം ഇവിടെ റണ്ണിങ് എന്ന് നിങ്ങൾക്ക് കാണാം, അതായത് അത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഡെഡ് ലൈൻ വരെ ആ ക്യൂസ് റണ്ണിങ് ആണ്. കംപ്ലീറ്റ് ചെയ്ത കുറേ ക്യൂസുകൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഈ കംപ്ലീറ്റ് ചെയ്ത ക്യൂസുകളിൽ ഒന്ന് നമുക്ക് തുറന്നു നോക്കിയാൽ നമുക്ക് കുട്ടികളുടെ ഫീഡ്ബാക്കും കുട്ടികളുടെ റിപ്പോർട്ടും റിസൾട്ട്സും ഒക്കെ നമുക്കിവിടെ വ്യൂ ചെയ്യാൻ പറ്റും. കളർ കോഡുകൾ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഇതെൻ്റെ ലൈബ്രറിയാണ്. ഇനി ഈ ക്യൂസസിൻ്റെ ലൈബ്രറിയിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പ്ലേ ലൈവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈവായിട്ട് അതൊരു ടെസ്റ്റായിട്ട് വേണമെങ്കിലോ ഒരു ടീമിൻ്റെ വർക്കായിട്ട് വേണമെങ്കിലോ ഒക്കെ നമുക്ക് കൊടുക്കാം. അപ്പോൾ ടീം എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് സോഷ്യൽ ഗ്യാതറിങ്സിലൊക്കെ ആ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം. ഇനി അടുത്ത ആപ്ലിക്കേഷനിലേക്ക് പോവുകയാണ്. അടുത്തത് കഹൂട്ടാണ്. ഈ കഹൂട്ട് ഒരുപാട് പേര് ഉപയോഗിക്കുന്നതാണ്. പ്രത്യേകിച്ചും ലോവർ ക്ലാസ്സസിനും വളരെ ഫണ്ണാണ് കഹൂട്ട്. വലിയ ക്ലാസ്സസ് നമ്മൾ അധികമായിട്ട് ഉപയോഗിക്കാറില്ല, എങ്കിലും ഞാൻ നിങ്ങൾക്കിതൊന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ കഹൂട്ട് ഞാൻ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുന്നു. ഇതിൻ്റെ ഫ്രണ്ട് പേജ് അല്ലെങ്കിൽ ഹോം പേജ് എപ്പോഴും ഭയങ്കരമായിട്ട് ന്യൂസസും ഭയങ്കരമായിട്ട് അപ്ഡേഷൻസും ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പാക്റ്റാണ് അതിൻ്റെ ഹോം പേജ്. നമ്മൾ ഇവിടെ ക്യൂസിൻ്റെ നെയിം കഹൂട്ട്സ് എന്നാണ്. ക്യൂസസിനെ കഹൂട്ട്സ് എന്നാണ് അവർ വിളിക്കുന്നത്. അപ്പോൾ കഹൂട്ട്സ് നമ്മൾ റെഡിയാക്കി വെച്ച കഹൂട്ട്സ് നമുക്ക് കാണാം. ഞാൻ എൻ്റെ കഹൂട്ട്സിൽ ഒരു കഹൂട്ട് മാത്രമേ റെഡിയായി വെച്ചിട്ടുള്ളൂ. ഫോർമാറ്റീവ് അസസ്മെൻറ്റ് കഹൂട്ടാണ്. അപ്പം ഇത് പ്ലേ കൊടുക്കാം, ലൈവ് പ്ലേക്ക്, എന്നിട്ട് ഷെയർ ചെയ്യാം കുട്ടികളുമായിട്ട്. ഷെയറിംഗ് ഓപ്ഷനും ഉണ്ട്. നിങ്ങൾക്ക് സൈഡിൽ ഷെയറിംഗ് ഓപ്ഷൻ കാണാം. നമുക്ക് ഫേവറേറ്റ് ആക്കാം ഏതെങ്കിലും ഒരു കഹൂട്ട്. ഇപ്പോൾ നമുക്കൊരു ഒന്നിൽ കൂടുതൽ കഹൂട്ടുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഫേവറേറ്റ്സ് ആക്കി വയ്ക്കാം. ഇനി നമുക്ക് പ്രോഗ്രസ്സോ റിപ്പോർട്ടൊക്കെ കാണാം. ഇവിടെ റിപ്പോർട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ കുട്ടികൾ പെർഫോം ചെയ്തതിൻ്റെ റിപ്പോർട്ട്സാണ്. അപ്പോൾ ഇവിടെ വീണ്ടും ന്യൂസ് വന്നിട്ടുണ്ട്. കണ്ടിന്യൂ ടു യുവർ റിപ്പോർട്ട്സ് എന്നത് ക്ലിക്ക് ചെയ്യാം. അവിടെ നമുക്ക് നമ്മൾ കൊടുത്ത കഹൂട്ട്സിൻ്റെ റിപ്ലൈ കാണാം. ഞാൻ ഉണ്ടാക്കിയ ഒരു കഹൂട്ടും ബാക്കി കോപ്പീഡ് കഹൂട്ട്സുമാണ് ഇവിടെ ഉള്ളത്. വെൽ പ്ലേഡ്, എത്ര പെർസെൻറ്റേജിന് കറക്റ്റ് കിട്ടി, എത്ര പെർസെൻറ്റേജിന് റോങ് കിട്ടി, എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, എത്ര പാർട്ടിസിപ്പൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് കഹൂട്ട്. എല്ലാ ആപ്ലിക്കേഷൻസും നിങ്ങൾക്ക് ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. സോ കഹൂട്ട് ഉണ്ടായി, സോക്രട്ടീവ് ഉണ്ടായി, ക്യൂസസ് ഉണ്ടായി. ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം അടുത്തൊരു ട്യൂട്ടോറിയലുമായി കാണാം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം ഞാൻ ആലിയ. ഇനി നമുക്ക് അടുത്ത ട്യൂട്ടോറിയലിൽ കാണാം. ആൻഡ് ഗുഡ് ബൈ ടു എവ്രി വൺ ഓഫ് യു. താങ്ക് യു മൈ ഫ്രണ്ട്സ്.